നമസ്കാരം. പ്രധാന വാർത്തകൾ. ടി.വി.കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ പ്രഖ്യാപിച്ചു. ടി.വി.കെ നേതൃയോഗത്തിലായിരുന്നു പ്രഖ്യാപനം. വിജയുടെ നേതൃത്വം അംഗീകരിക്കുന്നവരുമായി മാത്രം സഖ്യമുണ്ടാക്കും. ഓഗസ്റ്റിൽ ടി.വി.കെ സംസ്ഥാന സമ്മേളനം നടക്കും. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിജയുടെ സംസ്ഥാന പര്യടനം ഉണ്ടാകുമെന്നും യോഗത്തിൽ പ്രഖ്യാപനമുണ്ടായി. ടി.വി.കെ എ.ഐ.ഡി.എം.കെ സഖ്യത്തിലേക്കില്ലെന്ന് വിജയ് വ്യക്തമാക്കി. ബി.ജെ.പിയുടെ ക്ഷണവും വിജയ് തള്ളി. ബി.ജെ.പി തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ. ബി.ജെ.പി മതപരമായി ജനങ്ങളെ വിഭജിക്കുന്ന പാർട്ടി. ബി.ജെ.പിയുടെ നീക്കം തമിഴ്നാട്ടിൽ ഫലം കാണില്ല. ബി.ജെ.പിയുടെ കൂടെ ചേരാൻ ഇത് ഡി.എം.കെയോ എ.ഐ.ഡി.എം.കെയോ അല്ല എന്നും ടി.വി.കെ ആണെന്നും വിജയ് പറഞ്ഞു. ഗവർണറുടെ അധികാരങ്ങൾ ഇനി കുട്ടികൾ പഠിക്കും. ഗവർണറുടെ അധികാരവും അധികാര പരിധികളും ഇനി സംസ്ഥാനത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പഠിക്കും. ഇവ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകി. സാമൂഹ്യശാസ്ത്ര വിഷയത്തിലെ അവസാന പാഠത്തിലാണ് ഗവർണറുടെ അധികാരങ്ങളും അധികാര പരിധികളും വിഷയമാക്കുക. ഗവർണർക്കെതിരെ സമീപകാല കോടതി വിധികളും പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തും. രാജ്ഭവനിലെ ഭാരതാംബ വിവാദങ്ങൾക്ക് പിന്നാലെ ഗവർണറുടെ അധികാരങ്ങളെ സംബന്ധിച്ച പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം. വായ്ഹാൻ കപ്പലിൽ വീണ്ടും തീ. കണ്ടെത്തിയത് കപ്പലിന്റെ താഴത്തെ അറയിൽ. ഈ ഭാഗത്തെ കണ്ടെയ്നറിലെ വിവരങ്ങൾ കപ്പൽ കമ്പനി മറച്ചുവെച്ചു. കണ്ടെയ്നറിൽ തീ പിടിക്കുന്ന രാസവസ്തുക്കളാണോ എന്ന് സംശയമുണ്ട്. തീ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങാനും സാധ്യതയുണ്ട്. ഷിപ്പിംഗ് മന്ത്രാലയം സ്ഥിതി നിരീക്ഷിച്ചു വരികയാണ്. കപ്പലിൽ 2000 ടണ്ണിലേറെ എണ്ണയുള്ളതും നിർണായകമാണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിയത്. കപ്പലിന്റെ മുകൾ തട്ടിലുള്ള കണ്ടെയ്നറുകളിലെ വിവരങ്ങൾ മാത്രമാണ് നേരത്തെ കമ്പനി അധികൃതർ നൽകിയിരുന്നത്. കപ്പലിനെ കെട്ടിവലിച്ച് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും 250 കിലോമീറ്റർ അകലേക്ക് കൊണ്ടുപോയിരുന്നു. രാവിലെയായിരുന്നു ചെറിയ രീതിയിൽ തീ കണ്ടത്. വൈകുന്നേരമായപ്പോൾ തീയുടെ വ്യാപ്തി കൂടി. താഴത്തെ അറകളിൽ എന്തൊക്കെയാണെന്ന വിവരം കമ്പനിയിൽ നിന്ന് തേടാൻ ഷിപ്പിംഗ് മന്ത്രാലയം ഒരുങ്ങുന്നതായാണ് വിവരം. പാലക്കാട്ടെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. പാലക്കാട് 38കാരിക്ക് നിപ്പ ബാധ സംശയിച്ചതിനെ തുടർന്ന് പാലക്കാട്ടെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചു. പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിക്കാണ് നിപ്പ സംശയിക്കുന്നത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാണ്. ബിന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിനെ കണ്ണീരോടെ വിട നൽകി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഉറ്റവരും ഉടയവരുമടക്കം നിരവധി പേരാണ് ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് എത്തിയത്. അമ്മയുടെ വിയോഗത്തിന്റെ ഞെട്ടലിൽ വിറങ്ങലിച്ചിരുന്ന മകൾ നവമിയെയും അലമുറയിട്ട് കരഞ്ഞ മകൻ നവനീതിനെയും ആശ്വസിപ്പിക്കാനാവാതെ പലർക്കും നിസ്സഹായരാകേണ്ടി വന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ചാണ്ടിയുമ്മൻ MLA എന്നിവർ വീട്ടിലെത്തി ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതാലക്ഷ്മിയെയും കണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക്. 9 ദിവസം നീളുന്ന ചികിത്സയ്ക്കായാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. ദുബായ് വഴിയാണ് യാത്ര. നേരത്തെ ഓഗസ്റ്റിൽ പോകാനായിരുന്നു മുഖ്യമന്ത്രി തയ്യാറെടുത്തിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് യാത്ര ചെയ്യുന്ന കാര്യം രാജ്ഭവനെ അറിയിച്ചു. ഇന്ന് രാത്രിയാണ് യാത്ര തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇത് 4ാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസ് റദ്ദാക്കി. കേസിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയാണ് കോടതി നടപടി. പരാതിക്കാരൻ ഉന്നയിച്ച സംഭവം നടന്ന ഹോട്ടൽ, തീയതി എന്നിവ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 2002ലാണ് തന്നെ ബംഗളൂരുവിലെ എയർപോർട്ട് റോഡിലെ ഹോട്ടലിൽ വെച്ച് പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയെന്നായിരുന്നു പരാതിക്കാരന്റെ ആരോപണം. എന്നാൽ 2016ലാണ് ഈ ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയത്. പരാതി ഫയൽ ചെയ്യുന്നതിൽ 12 വർഷത്തെ കാലതാമസമുണ്ടായി. അതിനൊരു ന്യായീകരണവുമില്ലെന്നും കോടതി പറഞ്ഞു. ബൈക്ക് സ്കൂൾ ബസിനടിയിൽപ്പെട്ട അപകടം. യുവാവിന് ദാരുണാന്ത്യം. പഴയ ലക്കിടി പള്ളിക്ക് സമീപത്ത് വെച്ച് ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ലക്കിടി ഭാഗത്തുനിന്നും പാലപ്പുറം ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് ഓടിച്ചിരുന്ന മണ്ണൂർ സ്വദേശിയായ അനിലാണ് മരണപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന സെബിൻ, ദിലീപ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. അപകടത്തിൽ മരിച്ച അനിലിന്റെ മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു.
അമ്മ 2 മാസം മുമ്പ് ആത്മഹത്യ ചെയ്തു. പിന്നാലെ അച്ഛനും മകനും മരിച്ച നിലയിൽ. ഒറ്റപ്പാലം മണിശ്ശേരിയിൽ അച്ഛനെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. വരിക്കാശ്ശേരി മനയ്ക്ക് സമീപത്ത് താമസിക്കുന്ന കിരൺ, മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കിഷനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ കിരൺ ആത്മഹത്യ ചെയ്തതാകാമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രണ്ടുപേരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കിഷന്റെ അമ്മ 2 മാസം മുമ്പാണ് ആത്മഹത്യ ചെയ്തത്. ഇരുവരുടെയും മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. 18കാരി മരിച്ചു. മലപ്പുറം മംഗള സ്വദേശിയായ 18കാരിയാണ് മരിച്ചത്. മരണശേഷമാണ് ഇവർക്ക് നിപ്പ സ്ഥിരീകരിച്ചത്. കേരളത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലും പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലും രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കത്തിലുണ്ടായ 43 പേരാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇവരെല്ലാം ആരോഗ്യ പ്രവർത്തകരാണ്. ഇവർക്ക് പൊതുജനങ്ങളുമായി സമ്പർക്കമുണ്ടായിട്ടില്ല. അതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.